നോക്കാൻ പോകുന്നത് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരെ കുറിച്ചാണ്. ഇത് നമ്മുടെ കഴിഞ്ഞു പോയ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. നമുക്ക് നോക്കാം. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ്? മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. പേര് ഓർത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കൂ. അപ്പു, അബു, കുഞ്ഞമ്പു, ചിരുകണ്ഠൻ. ഓക്കെ, അപ്പൊ അപ്പു, അബു, കുഞ്ഞമ്പു, ചിരുകണ്ഠൻ, ഈ 4 പേരെയുമാണ് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റിയത്. ആരൊക്കെയാണ്? മഠത്തിൽ അപ്പു, പൊടോര അതായത് പി കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഒരു ചോദ്യവും കൂടെ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ദുർഗുണ പരിപാഠശാലയിലേക്ക് അയച്ചത് ആരെയാണ്? ചുരിക്കാടൻ കൃഷ്ണൻ നായരെയാണ് കേട്ടോ. ചുരിക്കാടൻ കൃഷ്ണൻ നായരെയാണ്. ഈ ചുരിക്കാടൻ കൃഷ്ണൻ നായരെയും തൂക്കിലേറ്റിയ ചിരുകണ്ഠനെയും മാറിപ്പോവരുത്. ഇത് ചുരിക്കാടനാണ്, ചുരിക്കാടൻ. മറ്റേതെന്താണ്? ചിരുകണ്ഠനാണ് കേട്ടോ. ചിരുകണ്ഠൻ, മറ്റേത് ചുരിക്കാടനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചോദിച്ച ചോദ്യം. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പൊടവര കുഞ്ഞമ്പു നായർ, പി കുഞ്ഞമ്പു നായർ, ശരിയല്ലേ? കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, ശരിയല്ലേ? ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, ശരിയല്ല. പള്ളിക്കൽ അബൂബക്കർ. തന്നിരിക്കുന്നവയിൽ ഇവ 3 പേരും എന്താണ്? തൂക്കിലേറ്റപ്പെട്ടവരാണ്. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്താണ്? അദ്ദേഹത്തെ പ്രായപൂർത്തിയാകാത്തതിനാൽ ദുർഗുണ പരിപാഠശാലയിലേക്ക് അയക്കുകയായിരുന്നു. അപ്പോൾ ഉത്തരം ഏതാണ് വരുന്നത്? 1, 2, 4 ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ വെച്ച് നടന്ന മറ്റു 2 കർഷക സമരത്തിന്റെ രക്തസാക്ഷികളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? 1940 കണ്ണൂരിൽ വെച്ച് നടന്ന മൊറാഴ സമരവും, അതുപോലെ തന്നെ 1946 കണ്ണൂരിൽ വെച്ച് നടന്ന കരിവെള്ളൂർ സമരവും. ഇതിന്റെ 2ന്റെയും കൂടെ രക്തസാക്ഷികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് അതായിരിക്കും ചോദ്യമായിട്ട് വരിക. നോക്കാം. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? KM കൃഷ്ണൻകുട്ടി മേനോനും രാമനും. സബ് ഇൻസ്പെക്ടറായ KM കൃഷ്ണൻകുട്ടി മേനോനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ രാമനുമാണ് മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? KPR ഗോപാലനാണ്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ വധശിക്ഷയ്ക്ക് ഇളവ് വരുത്തുകയായിരുന്നു. ഓക്കെ, അടുത്തത് കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ ആരൊക്കെയാണ്? തിടിൽ കണ്ണൻ, കീനേരി കുഞ്ഞമ്പു. തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പും, ഇവർ 2 പേരുമാണ് കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കയ്യൂർ സമരത്തിന്റെ മറ്റു ചില ഫാക്ട്സും കൂടി ഒന്ന് നോക്കാം. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയത് എന്നാണ്? 1943 മാർച്ച് 29 1941 കയ്യൂർ സമരം വരുന്നത്. പക്ഷെ തൂക്കിലേറ്റിയത് എന്നാണ്? 1943 മാർച്ച് 29 കയ്യൂർ സമരത്തെ തുടർന്ന് പുഴയിൽ ചാടി മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഇതും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആരാണ്? സുബ്ബരായനാണ് കേട്ടോ. സുബ്ബരായൻ. കയ്യൂർ സമരത്തിന്റെ കാരണം എന്തായിരുന്നു? കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്നത് എന്നാണ്? 1941 മാർച്ച് 28 കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർ താലൂക്കിലാണ് കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ്? കരിയങ്കോട് നദിയാണ്. കാസർഗോഡ് തന്നെയുള്ള കരിയങ്കോട് നദി. ഈ കരിയങ്കോട് നദി തേജസ്വിനി നദി എന്നും അറിയപ്പെടാറുണ്ട്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? EK നായനാറാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനയാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ.